ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുത്ത അലുവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അലുവയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2.5 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറിലെ അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം വെളുത്ത അവിലോ ബ്രൗൺ കളറിലെ അവിലോ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വേണം നമുക്ക്. അപ്പോൾ ശർക്കര 2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 250 ml ആ ഒരു കപ്പിലാണ് ഞാനിവിടെ മെഷർ ചെയ്തിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 2 കപ്പ് ശർക്കരയ്ക്ക് വേണ്ടി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഉരുക്കിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ. അപ്പം ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും. കയ്യിൽ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിലൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഫൈനായിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്നാലേ നമ്മൾ അലുവ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ വേണം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ. ഇനി 2 കപ്പ് ചിരവിയ തേങ്ങയിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ എടുക്കാനാണ്. അപ്പോൾ ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഈ പിഴിഞ്ഞെടുത്ത തേങ്ങ കളയണ്ട കേട്ടോ. നമുക്ക് 2/4 പാലും കൂടെ എടുക്കണം. 2/4 പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ 2/4 പാൽ എടുക്കുന്നത്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ 2/4 പാലും 1/4 പാലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന അരിപ്പയിലിട്ട് വേണം അരിക്കാൻ. ഞാനിപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ചു വെച്ച അവിലൊന്ന് നമുക്ക് 2/4 പാലിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ഒന്ന് നോക്കണം, ഈ ഒരു പൊടിച്ച അവിൽ 2/4 പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് വേണം 1/4 പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ. ഇപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് 1/4 പാൽ ചേർത്തിട്ട് ഫൈനായിട്ട് ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെയും അവലിൻ്റെയും മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാനിപ്പം ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലും അവിലിൻ്റെയും ആ ഒരു മിക്സ്. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് നല്ല അടികട്ടിയുള്ള പാത്രമാണ് കേട്ടോ എടുക്കാൻ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അടി പിടിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷേങ്കിൽ പ്രോപ്പറായിട്ട് ആവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു പാനി ഞാനിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് ഒഴിക്കുന്നത്. മണ്ണോ പൊടിയോ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും ഇങ്ങനെ അരിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതൊന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കൈവിടാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു 10-15 മിനിറ്റ് എടുക്കും ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ കപ്പലണ്ടിയ ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലിപ്പം കാഷ്നട്ട് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ കുറുകിയ പരുവായതുകൊണ്ട് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയാലും മതി. പെട്ടെന്ന് നമ്മൾ ഈ ഒരു മിക്സ് പെട്ടെന്ന് കട്ടിയായി പോവില്ല. അപ്പോൾ ഇത് ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവിടാതെ തന്നെ ഇത്ര സമയം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ചെറിയ സ്പൂണ് വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ ചേർത്താൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഹലുവ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ആ ഒരു നട്ട്സ് കടിക്കുന്ന ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പാനിൽ നല്ല നന്നായിട്ട് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂണ് നെയ്യാണ്. ഒരുപാട് നെയ്യൊന്നും വേണ്ട, ഇതിലേക്ക് 1 ടീസ്പൂണ് മാത്രം മതി. സാധാരണ നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നെയ്യൊക്കെ ചേർത്തിട്ടല്ല ഉണ്ടാക്കുക, പക്ഷേ ഈ ഒരു ഹലുവക്ക് 1 ടീസ്പൂണ് മാത്രം നെയ്യ് മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഈ ഒരു പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും, നന്നായിട്ട് കട്ടിയായി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി 2-3 മിനിറ്റ് മാത്രം സമയം മതി ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വരാൻ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗളാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഡീമോൾഡൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനിപ്പം ഇതിലേക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം വെച്ചിട്ട് എടുക്കാമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അത്രയും ടേസ്റ്റ് ഉണ്ടാവും, കളറും ഉണ്ടാവും നമ്മളെ ഹൽവക്ക്. അപ്പോൾ ഞാനിപ്പം ഒരു ദിവസം വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഹൽവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹലുവ ഗ്ലാസ് ബോളിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും അടി പിടിക്കാതെ തന്നെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.